നമസ്കാരം. ഒരു സുഭാഷിതത്തിലേക്ക് പ്രേക്ഷക ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സുഭാഷിതം ഇപ്രകാരമാണ്: അതിദാനാത് ഹതഃ കർണഃ, അതി ലോഭാത് സുയോധനഃ, അതി കാമാത് ദശഗ്രീവഃ, അതി സർവത്ര വർജയേത് എന്ന്. അതി എന്ന വാക്കിൻ്റെ അനിഷ്ടാപത്തിയെക്കുറിച്ചാണ് കവി ഇവിടെ സംസാരിക്കുന്നത്. അതി എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് മലയാളത്തിൽ ഏറെ എന്ന് നമുക്ക് പറയാം. ആവശ്യത്തിലേറെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു അമംഗളപ്രദമായ വാക്കായിട്ടാണ് കരുതപ്പെടുന്നത്, അശുഭസൂചകമായ വാക്കായിട്ടും കരുതപ്പെടുന്നു. അതിവൃഷ്ടി, അതിശൈത്യമൊക്കെ ഉദാഹരണങ്ങളാണ്. ഈ സുഭാഷിതത്തിലേക്ക് വന്നാൽ അതിദാനാത് ഹതഃ കർണഃ, ഏറെ ചെയ്ത ദാനത്താൽ കർണൻ ഹതനായി. ഹനി ധാതുവിൽ നിന്നാണല്ലോ ഹതഃ എന്ന വാക്ക് വരിക. അവിടെ നശിച്ചു എന്നർത്ഥം, വീണു എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അതിദാനത്താൽ കർണൻ വീണു, അതി ലോഭത്താൽ, അതി ആഗ്രഹത്താൽ ദുര്യോധനൻ വീണു, അതി കാമത്താൽ ദശഗ്രീവൻ അതായത് രാവണൻ വീണു. അതുകൊണ്ട് കവി ഉപസംഹരിക്കുന്നു അതി സർവത്ര വർജയേതെന്ന്, അതി എല്ലായിടത്തും ഉപേക്ഷിക്കണം എന്ന്. അപ്പോൾ അതി എന്ന വാക്ക് നമ്മുടെ കീഴ്വഴക്കം അനുസരിച്ച് നെഗറ്റീവായിട്ട്, പ്രതിലോപമായിട്ട്, വ്യതിരേക വിധത്തിൽ ഏത് വാക്കും എടുത്തുകൊള്ളൂ, നെഗറ്റീവായിട്ടാണ് നമ്മളത് പ്രയോഗിച്ചു വരുന്നത്. പോസിറ്റീവായിട്ട് അതി എന്ന ശബ്ദം പ്രയോഗിക്കാറില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, ഏതാണ്ടില്ല എന്ന് തന്നെയാണ് ഉത്തരം പറയേണ്ടി വരിക. പക്ഷേ ക്രിസ്തുഭാഗവതത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ അതി എന്ന വാക്ക് മറ്റെല്ലായിടത്തും എത്രത്തോളം അശുഭസൂചകമായും അമംഗളപ്രദമായും ഉപയോഗിക്കുമോ അതിലുമേറെ ശുഭസൂചകമായും മംഗളപ്രദമായും ഉപയോഗിക്കുന്ന ഒരു വിദഗ്ധമായ സന്ദർഭം ക്രിസ്തുഭാഗവതത്തിലുണ്ട്. അത് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാനിരിക്കുകയാണ്. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തുഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം PC ദേവസ്യ സാറിൻ്റെ ശിഷ്യനും സുഹൃത്തും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും സാമൂഹിക പ്രവർത്തകനും സംസ്കൃത അധ്യാപകനും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണിയച്ചനുണ്ട്. സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തുഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ കാവ്യ വിനോദ് എന്ന ഗവേഷണ വിദ്യാർത്ഥിയും നമുക്കൊപ്പമുണ്ട്. കാവ്യയെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അച്ഛാ, നമ്മളിന്നും പതിവ് തെറ്റിച്ചില്ല. ഒരു നുറുങ്ങ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചത്. ഈ ഒരു സുഭാഷിതത്തിൻ്റെ രൂപത്തിലുള്ള ഒരു നുറുങ്ങാണെന്ന് മാത്രം. ഈ അതി എന്ന പദം ഒട്ടേറെ വരുന്ന ഒരു സുഭാഷിതമാണ് പറഞ്ഞത്. അതി എന്ന വാക്കച്ഛനറിയാമല്ലോ, അത് നമ്മൾ നെഗറ്റീവായിട്ടാണ് പ്രയോഗിച്ചു വരുന്നത്. പക്ഷേ അത് പോസിറ്റീവായിട്ട് മംഗളപ്രദമായിട്ട് നമ്മുടെ ദേവസ്യ സാറ് ഉപയോഗിച്ച ഒരു പദ്യമുണ്ട്, ഒരു ശ്ലോകമുണ്ട്. നമ്മളതിലേക്ക് വരും. നമുക്കറിയാമല്ലോ, പ്രേക്ഷകർക്കും അറിയാം, നമ്മളിപ്പോൾ മാതാവ് എലിസബത്തിനെ സന്ദർശിക്കുന്ന വേളയിലെ ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ നോക്കി വരുന്നത്. ബന്ധുദേശ അഭിഗമനം എന്നാണ് ദേവസ്യ സാർ 5ാമത്തെ സർഗത്തിന് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ അതിലവരുടെ സന്ദർശനം വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചു വരുന്നുണ്ട്. നമ്മളതിൽ ഏതാനും പദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ഈ അതി എന്ന പദം മംഗളപ്രദമായി ഉപയോഗിക്കുന്ന പദ്യം വരുന്നേയുള്ളൂ. അതിനു മുമ്പ് ഒരു
ഒരു 2 പദ്യം കൂടിയുണ്ട്. അതൊന്ന് നമ്മൾ നോക്കിയേച്ച് നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ശ്ലോകത്തിലേക്ക് വരാം. ഇപ്പോൾ മാതാവ് ദൂരത്ത് വെച്ച് തന്നെ എലിസബത്തിനെ അഭിവാദ്യം ചെയ്തു. എലിസബത്ത് പ്രത്യഭിവാദനം ചെയ്തത് ഈ വാക്കുകൾ കൊണ്ടാണ്. സുമംഗലം തേ വനിതാസു ധന്യേ എന്ന് മരിയയെ വിളിച്ചത് വനിതാസു ധന്യേ എന്നാണ്. നമ്മളത് കണ്ടതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ. സ്ത്രീകളിൽ വെച്ച് ധന്യയായോളെ നിനക്ക് നന്മ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് മരിയയെ സ്വീകരിക്കുന്നത്. അതിനുശേഷമുള്ള ഒരു പദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അവിടെ എലിസബത്ത് മരിയ വന്നതിന് ശേഷം മരിയയോട് പറയുന്ന ഒരു ശ്ലോകമാണ്, വാക്കുകളാണ്. ഞാൻ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ ഗിരിപ്രഭാഷണത്തിൻ്റെ രംഗങ്ങളിൽ കൂടെ കടന്നുപോയി. സാർ ഒരു അധികം ഭാവനയ്ക്ക് വലിയ സ്ഥാനം അവിടെ ഇല്ല. ഭാവനയുടെ ഒരു സ്വതന്ത്രമായ വികാരം നമുക്കിവിടെ കാണാനില്ല. ഈ രംഗങ്ങളിൽ ഭാവന ചെറുതായിട്ട് പീലി വിടർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ മനോഹരമായ, അമിതമായിട്ടില്ല, പക്ഷേ തീർത്തും വ്യത്യസ്തമാണ്. ചെറിയ കൂട്ടിച്ചേർക്കലുകൾ ഒത്തിരി അർത്ഥങ്ങൾ കൊണ്ടുവരുന്നത്. ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ കാണുന്നത് ദേവസ്യാസാർ എന്ന വിവർത്തകനെയാണെങ്കിൽ നമ്മളിതിൽ കാണുന്നത് ദേവസ്യാസാർ എന്ന കവിയെയാണ്. കവിയാണ്. അതെ അതെ അതെ, തീർച്ചയായും. അപ്പോൾ കവിയെ നമുക്കായിട്ട് ആ ശ്ലോകം പാടിത്തരും. ധന്യം ചതേ ഗർഭഫലം എത്തസ്ത്വത്. എന്തുകൊണ്ട് ധന്യ എന്ന് വിളിച്ചുവെന്നാണെങ്കിൽ ആ ഗർഭഫലം ധന്യമായത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ ആ ശ്ലോകം നമുക്കായി കാവ്യ ആലപിച്ചു തരും. നമുക്ക് ആ ശ്ലോകം നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ധന്യം ചതേ ഗർഭഫലം യദസ്ത്വൻ മംഗല്യവാദശ്രവണേ ശിശുർമേ മുദാഹ്യനർത്തീത് ജഠരേ മദീയേ ജാനന്നിവ സ്വേശ്വര മാതൃശബ്ദം. അച്ഛാ, ഇതൊന്ന് വിശദീകരിച്ചേക്കാം. ഒന്ന് പിരിച്ചു പറഞ്ഞാൽ, ധന്യം ചതേ ഗർഭഫലം യതഃ ത്വൻ മംഗല്യവാദശ്രവണേ ശിശുഃ മേ മുദാ ഹി അനർത്തീത് ജഠരേ മദീയേ ജാനൻ ഇവ സ്വേശ്വര മാതൃശബ്ദം എന്ന്. ഇവിടെ അനർത്തീത് എന്ന വാക്കാണ് ക്രിയാപദം. നൃത്തം ചെയ്തുവെന്ന്, ചാടിക്കളിച്ചു എന്നാണ് പച്ച മലയാളത്തിൽ. അമ്മയ്ക്ക് തൻ്റെ കുട്ടി ഉദരത്തിലിരുന്ന് കളിക്കുന്നത് ചാടിക്കളിച്ചു എന്ന് പറയാൻ വയ്യ, അതുകൊണ്ട് തന്നെ നൃത്തം ചെയ്തു എന്നിടത്തോളം പറഞ്ഞു എന്നാണ്. അച്ഛൻ അതിനെക്കുറിച്ച് വിശദമാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ കുഞ്ഞ് ആണ്. കുഞ്ഞാണ് ഇവിടെ ചാടിക്കളിച്ചത്. മേ ശിശു, എൻ്റെ ഉണ്ണി എന്ന്. അപ്പോൾ എലിസബത്ത് പറയുകയാണ്, എൻ്റെ ശിശു മതിയേ ജഠരേ, എൻ്റെ ഉദരത്തിലിരുന്നു കൊണ്ട് ചാടിക്കളിച്ചു. എന്തുകൊണ്ട് എന്ന് അതിന് കാരണം പറയുന്നു. സ്വേശ്വര മാതൃശബ്ദം ജാനന്നിവ, തൻ്റെ ദൈവത്തിൻ്റെ മാതാവിൻ്റെ ശബ്ദം അറിഞ്ഞിട്ടെന്ന പോലെ. അപ്പോൾ അവിടെ മരിയ സംസാരിച്ചുവല്ലോ. അപ്പോൾ ആ ശബ്ദം ആ കുഞ്ഞ് തിരിച്ചറിഞ്ഞുവത്രേ. തൻ്റെ ദൈവത്തിൻ്റെ മാതാവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ടെന്ന പോലെ, അറിഞ്ഞിട്ടെന്ന പോലെ കുട്ടി ഉണ്ണി ഉദരത്തിലിരുന്ന് ചാടിക്കളിച്ചുവെന്ന്. അപ്പോൾ ആദ്യം അതിനു മുമ്പ് ഏതാനും വാക്കുകൾ കൂടിയുണ്ട്. അവർ ആദ്യം ആശംസിക്കുകയാണ്, തേ ഗർഭഫലം ച ധന്യം, നിൻ്റെ ഗർഭഫലവും ധന്യമാണ്. ഞാനിതാ ഉണ്ണിയെ പ്രസവിക്കാനിരിക്കുകയാണ്, പക്ഷേ നിൻ്റെ ഗർഭഫലം ധന്യമാണ് എന്ന് അങ്ങോട്ട് പറയുന്നു. എന്തെന്നാൽ യതഃ, എന്തെന്നാൽ ത്വൻ മംഗല്യവാദശ്രവണേ മേ ശിശു. അപ്പോൾ നിൻ്റെ ശബ്ദം കേട്ടുവല്ലോ. ആ ശബ്ദം അത് ഒരു മംഗല്യവാദമായിരുന്നുവല്ലോ, അതൊരു മംഗളാഭിവാദ്യമായിരുന്നുവല്ലോ നിൻ്റേത്. നീ ദൂരത്ത് വെച്ച് തന്നെ എന്നെ മംഗളാഭിവാദ്യം നടത്തിയല്ലോ. ആ ശബ്ദം കേട്ടപാടെ ശിശു, അതും എൻ്റെ ഉദരത്തിലെ ശിശു, തൻ്റെ ദൈവത്തിൻ്റെ മാതാവിൻ്റെ ശബ്ദം അറിഞ്ഞിട്ടെന്ന പോലെ മുദ എന്നുകൂടിയുണ്ട്. ചാടിക്കളിച്ചുവെന്നല്ല, നൃത്തം വെച്ചു എന്ന് തന്നെയാണ് ഇവിടെ അമ്മയാകാൻ പോകുന്ന എലിസബത്ത് പറയുന്നത്. അപ്പോൾ ഈ സംഗതി ബൈബിളിൽ നിന്ന് എടുത്തതാണോ അതോ കവിഭാവനയാണോ? ഇത് ബൈബിളിലുള്ളതാണ്. ഇത് ഈ ഒരു ഭാഗത്തിന് പ്രത്യേകതയുണ്ട്. കാരണം ബൈബിളിൽ ഇപ്പം മഹാഭാരതമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭാവനയുടെ വലിയ വികാരമില്ല. കുറേ റിയലിസ്റ്റിക്കാണ്. ഒത്തിരി ഭാവനയെ പൂർണ്ണമായിട്ട് അങ്ങ് പിന്നെ സ്വതന്ത്രമായിട്ട് വിട്ടിട്ടില്ല. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ബൈബിളിൽ അധികം കാണാത്തൊരു ഭാവന,
വാസ്തവത്തിൽ അത് ഇന്നത്തെ പുതിയ കണ്ടുപിടുത്തമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഭാവനയൊന്നുമല്ല. കാരണം പ്രീനേറ്റൽ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയും. ഗർഭാവസ്ഥയിലായിരിക്കും കുട്ടിയും അമ്മയും തമ്മിലുള്ള ബന്ധം, ആ കുട്ടി പരിസ്ഥിതിയായിട്ടുള്ള ബന്ധമൊക്കെ ഇന്ന് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ കൂടുതൽ. അന്നത്തെ കാലത്ത് അതില്ലല്ലോ. അന്നേരം ഇങ്ങനെയുള്ള ഒരു സംഭവം അവിടെ വിവരിക്കുക എന്ന് പറയുന്നത് വളരെ ബൈബിളിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രംഗമാണ്. മാത്രമല്ല ഇവിടെ ഒത്തിരി സന്തോഷം നമ്മൾ കാണുന്നുണ്ട് ഇവരുടെ കണ്ടുമുട്ടലിൽ. അതിനൊരു സഭാപിതാവ് പറഞ്ഞൊരു കാരണം വളരെ നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്, വളരെ മനോഹരമായൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇവർ പരസ്പരം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. മാതാവിനെ ആദ്യം മനസ്സിലാക്കി സംസാരിച്ച എലിസബത്താണ്. നീ അതിൻ്റെ ഉദരഫലം ധന്യമാണ്, നീ ഉദരഫലം എന്ന് പറയുന്ന ആരാണ്? ദൈവപുത്രൻ. ദൈവപുത്രൻ്റെ അമ്മയാണ് എന്നുള്ള ആ ഒരു സത്യം മാതാവിനെ മനസ്സിലാക്കി എലിസബത്ത് സംസാരിച്ചപ്പം അവിടെ ഒത്തിരി സന്തോഷമുണ്ടായി. മാത്രമല്ല ഈ യോഹന്നാൻ ഇവിടെ സാർ ഉപയോഗിച്ചിരിക്കുന്ന പദം അവിടെ ചെറിയ വ്യത്യാസമുള്ളതിലും വലിയ അർത്ഥം കൊണ്ടുവരുന്നുണ്ട്. തുള്ളിച്ചാടി എന്നല്ല, ലെഫ്റ്റ് എന്നാണ്. ലെഫ്റ്റ് അതിൻ്റെ അതാണ് ഇംഗ്ലീഷ് നമ്മൾ കാണുന്നത്, കുതിച്ചു ചാടി. എന്നാൽ ഇവിടെ നൃത്തം ചെയ്തത് ഇച്ചൂടെ ഭംഗിയായി, ഭാരതീയ പശ്ചാത്തലത്തിൽ ഇച്ചൂടെ നല്ലത് ആ പദം തന്നെയാണ്. അപ്പം അതിനേക്കാളും വലിയ സന്തോഷമാണ് കാണുന്നത്. അതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യോഹന്നാൻ മംദാന എന്ന് പറയുന്ന യോഹന്നാൻ പ്രവാചകൻ, അദ്ദേഹമാണ് ഈശോയ്ക്ക് വഴിയൊരുക്കാനായിട്ട് വരുന്നത്. ഇപ്പം നേരത്തെ അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന രീതിയാണ്. അങ്ങനെ പലതരത്തിൽ വളരെ അർത്ഥ ഗംഭീരമായിട്ടുള്ള ഒരു രംഗം തന്നെയാണ്. ഈ മരുഭൂമിയിലെ ഗർജിതം എന്ന ദേവസ്യാസാറിൻ്റെ ഖണ്ഡകാവ്യത്തിൽ, മലയാള ഖണ്ഡകാവ്യത്തിൽ അവിടെ ഈ അരുണനോടാണ് യോഹന്നാനെ ഉപമിക്കുന്നത്. സൂര്യന് മുമ്പ് സൂര്യൻ്റെ വരവറിയിക്കുന്ന സൂര്യസാരഥിയോടാണ് യോഹന്നാനെ ഉപമിക്കുന്നത്. അതുകൂടി നമുക്ക് ഓർക്കാം. അപ്പോൾ ഈ ശ്ലോകം അതായത് ഈ ബൈബിള് ഇത്തിരി ഒരു ഭാവനാസമ്പന്നമായ സ്ഥലം, അല്ലെങ്കിൽ വളരെ ഈ സംക്ഷിപ്തതയെ അല്പം മറന്നുകൊണ്ട് കുറെ കൂടി ഒരു വിശദമായി ഭാവനയുടെ ഒരു നിഴലാട്ടം കൊണ്ട് നമുക്ക് കാണാം. പക്ഷെ വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു എന്നാ പറയുന്നത് ഒരു ഭാവന അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഭാവനയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര നമ്മുടെ ഇന്നത്തെ ആൾക്കാർക്ക് അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. അന്നത്തെ കാലത്ത് ഇത് എഴുതിയപ്പോൾ നമ്മളിന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഈ അതി എന്ന പദം എത്രത്തോളം അശുഭസൂചകമോ അതിലേറെ ശുഭസൂചകമാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ആ ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആ ശ്ലോകം കാവ്യ നമുക്കായി വായിച്ചു തരും. തൊട്ടടുത്ത ശ്ലോകമാണ് കഥം നു സൗഭാഗ്യമിതം എന്നാരംഭിക്കുന്ന ഒരു ശ്ലോകമാണ്. ഏറ്റവും വേറിട്ട് നിൽക്കുന്ന ഒരു ശ്ലോകമാണ് ഈ ഒരു സർഗത്തിൽ തന്നെ. കാവ്യ നമുക്കായിട്ട് ആ ശ്ലോകം പാടിത്തരും. കഥം നു സൗഭാഗ്യമിതം മയാപ്തം യദാ ഗതാ ത്വം ജനനീ പ്രഭോർമേ പ്രത്യേതിയാചാത്മനി ദൈവവാക്യം സാർത്ഥം ഭവേദിത്യഭി സാതി ധന്യ. അച്ഛാ, നമ്മളിന്ന് ഇൻട്രോയിൽ ഒരു സുഭാഷിതം പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. ഈ അതി എന്ന വാക്കിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, അത്തരമൊരു സുഭാഷിതം പറഞ്ഞുകൊണ്ടാണ് നമ്മളിന്ന് തുടങ്ങിയത്. ഈ അതി ഒരു അശുഭസൂചകമായ പദമായിട്ട് പോലും കരുതപ്പെടാറുണ്ട്. അതിവൃഷ്ടി, അതിശൈത്യം എന്നൊക്കെ പറയുമ്പോൾ അതിമധുരം നല്ലതാണേലും അധികമായ അതെ അത്യാഗ്രഹം തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. പക്ഷേ ഇവിടെ ദേവസ്യാസാർ ക്രിസ്തു ഭാഗവതത്തിൽ ഈ അതി എന്ന വാക്ക് എത്രത്തോളം അമംഗളപ്രദമായി ഉപയോഗിക്കുമോ, എത്രത്തോളം അശുഭസൂചകമായി ഉപയോഗിക്കുമോ, അത്രത്തോളമോ അതിലും മേലുമോ ശുഭസൂചകമായി പ്രയോഗിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അത്തരമൊരു ശ്ലോകമാണ് ഇപ്പോൾ കാവ്യ നമുക്കായി പാടിത്തന്നത്. അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞേക്കാം. ഒന്ന് പിരിച്ചു പറഞ്ഞാൽ കഥം നു സൗഭാഗ്യം ഇതം മയാ ആപ്തം യത് ആഗത ത്വം ജനനി പ്രഭോഹ മേ പ്രത്യേതി യാ ച ആത്മനി ദൈവവാക്യം സാർത്ഥം ഭവേത് ഇതി അപി സാ അതിധന്യ എന്ന്. അപ്പോൾ ഇവിടെ
എലിസബത്ത് സ്വയം ആശംസിക്കുകയാണ്, എന്തൊരു സൗഭാഗ്യമാണ് എനിക്ക് കൈവന്നിരിക്കുന്നത് എന്ന് സ്വയം പറയുകയാണ്. കഥം നു സൗഭാഗ്യമിതം മയാ ആപ്തം. കർമ്മണി പ്രയോഗമാണ്. മയാ ഇതം സൗഭാഗ്യം കഥം നു ആപ്തം. എന്തൊരു സൗഭാഗ്യമാണ് എനിക്കിവിടെ കൈവന്നിരിക്കുന്നത്. എന്തേ അങ്ങനെ പറയാനെന്നാണെങ്കിൽ കവി പറയുന്നു, അവർ പറയുന്നു, യത്ത് ആഗതാത്വം ജനനി പ്രഭോർമേ. യത്ത് എന്തെന്നാൽ മേ പ്രഭോഹോ ജനനി ത്വം ആഗത. എൻ്റെ പ്രഭുവിൻ്റെ അമ്മയായ നീ ആണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്തൊരു സൗഭാഗ്യമാണ് എനിക്കിവിടെ കൈവന്നിരിക്കുന്നത് എന്നവർ ആശ്ചര്യപ്പെടുന്നു. തുടർന്ന് പറയുന്ന സംഗതിയാണ് ഈ അതി എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അവർ പറയുന്നു, അവർ പൊതുവായിട്ട് പറയുകയാണ്, യാ യച്ഛബ്ദ പ്രയോഗമാണ്. യാ ഏതൊരുവൾ ആത്മനി തന്നിൽ ദൈവവാക്യം സാർത്ഥം ഭവേത് ഇതി പ്രത്യേതി. പ്രത്യേതിയാണ് ക്രിയാപദം. വിശ്വസിത്തി എന്നർത്ഥം. ഏതൊരുവൾ വിശ്വസിക്കുന്നുവോ, എന്തു വിശ്വസിക്കുന്നുവോ എന്ന്. ആത്മനി തന്നിൽ ദൈവവാക്യം സാർത്ഥം ഭവേത് ഇതി പ്രത്യേതി. തന്നിൽ ദൈവവാക്യം സാർത്ഥകമായി തീരും, നിറവേറുമെന്ന് വിശ്വസിക്കുന്നുവോ. അവളെ എലിസബത്ത് വിവരിക്കുന്നത് ധന്യ എന്നല്ല, സാ അതിധന്യ അസ്തി എന്ന്. അവൾ അതിധന്യയാണ് എന്ന്. അപ്പോൾ ഇവിടെ മരിയയെക്കുറിച്ച് പറയുകയാണ്. അതായത് ഗബ്രിയേൽ മാലാഖ ഒരു ദൂതനായി പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, നീ ധന്യയാണ്. ഈ ദൈവപുത്രനെ നീ ഉദരത്തിൽ ഏന്തുകയാണ്, നീ ധന്യയാണ്. ദൈവപുത്രനെ നീ പ്രസവിക്കാനിരിക്കുകയാണ്, നീ ധന്യയാണ്. പക്ഷേ നീ അതിധന്യയാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ ദൈവവാക്യം തന്നിൽ നിറവേറുമെന്ന് നീ വിശ്വസിച്ചുവല്ലോ. അപ്പോൾ നീ ധന്യ മാത്രമല്ല, അതിധന്യയാണ് എന്ന്. അപ്പോൾ അവിടെ അതി എന്ന വാക്ക് നമുക്ക് അമംഗളപ്രദമോ അശുഭസൂചകമോ ഒരു അനിഷ്ടാപത്തിയെ കുറിക്കുന്നതോ അല്ല. നേരെ മറിച്ച് ഏറ്റവും ശുഭപ്രദവും ഏറ്റവും മംഗളപ്രദവും ഏറ്റവും അന്വയവിധത്തിലുള്ളതും, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇതിൽ പരം പോസിറ്റീവായിട്ട് പറയാനില്ല എന്നിടത്തോളം നമുക്ക് പറയാം. അതിധന്യ എന്ന പദം കൊണ്ട് ഇവിടെ ഒരു കീഴ്വഴക്കം ലംഘിച്ചിരിക്കുകയാണ് വളരെ സാഹിത്യപരമായിട്ട് നമ്മുടെ ദേവസ്യ സാർ ചെയ്തത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അത് സാറിൻ്റെ നല്ലൊരു നിരീക്ഷണമാണത്. അതിയുടെ ആ പ്രയോഗം വളരെ മനോഹരമായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു ചെറിയൊരു അസൂയയും കൂടെ നമുക്ക് കാണാം. അസൂയ എന്ന് പറഞ്ഞാൽ മോശമായ അർത്ഥത്തിലല്ല, സ്നേഹിതര് തമ്മിലുള്ള ഒരു അസൂയ എന്ന് പറഞ്ഞാൽ എലിസബത്തിനൊന്നും സാധിക്കാത്തൊരു കാര്യം മാതാവിന് ശ്രദ്ധിച്ചല്ലോ എന്നുള്ള, അങ്ങനെ പലതരത്തിലും അതിൻ്റെ മംഗളകരമായിരിക്കും. അതെ 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 ഒരു അതിമംഗളമാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുക. അപ്പോൾ അതി എന്ന വാക്ക് കൊണ്ട് ഏറ്റവും പോസിറ്റീവായിട്ടൊരു പ്രയോഗം നമുക്കിവിടെ കാണാൻ സാധിക്കുമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ബൈബിളിൽ ഈ വാക്ക് ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രയോഗം ധന്യായിരിക്കുന്നു. പക്ഷേ ഇവിടെ ദേവസ്യാസാറിന്റെ ഇംഗ്ലീഷ് വന്നാൽ അത് പോസിറ്റീവ് അർത്ഥം കിട്ടാൻ പാടാണ്. അതെ 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 എക്സസീവ് എന്നുള്ള അർത്ഥം വരത്തില്ല. അതെ അതെ അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ടായിരിക്കണം ദേവസ്യാസാറ് ഈ ഒരു സംഭവത്തെ. ഇതൊക്കെ ഒരു എന്നാ പറയുക, ദൈവത്തിന്റെ ഒരു പ്രചോദനം നമുക്ക് അത് കാണാൻ പറ്റും. അത് സാറിന് മാത്രം കഴിയുമെന്ന് പറയാം. എഴുതി വരുമ്പോൾ ഉണ്ടാകുന്ന ചില ആത്മാവിന്റെ മിന്നലാട്ടങ്ങൾ എന്നാണ് പറയാം. അതെ അതെ അതെ. അപ്പോൾ സാതിധന്യ എന്ന് അവസാനിക്കുന്ന ആ ശ്ലോകമാണ് നമ്മൾ ഇവിടെ കണ്ടത്. അതിനൊട്ടേറെ പ്രത്യേകതകൾ ഉണ്ട്. അത് വീണ്ടും വീണ്ടും വായിച്ച് ഹൃദയസ്ഥമാക്കേണ്ട ഒരു ശ്ലോകമാണെന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ മറ്റൊരു രസകരമായ ഒരു ശ്ലോകം കൂടി ഈ അധ്യായത്തിലുണ്ട്, ഈ സർഗത്തിലുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. അതായത് എലിസബത്ത് കുറേ കാലമായിട്ട് ഈ അനപത്യതാ ദുഃഖം, അപുത്ര ദുഃഖം, മക്കളില്ലാത്ത ദുഃഖം അനുഭവിച്ചവളാണ്. അപ്പോൾ അവർ വയോധികയാണ്. അപ്പോൾ അതുകൊണ്ട് നേരം പോക്കിന് വേണ്ടി, കവിയുടെ ഒരു ഭാവനയാണ് നോക്കൂ, നേരം പോക്കിന് വേണ്ടി അവർ വീട്ടിൽ ഒരു കളിത്തത്തയെ വളർത്തിയത്രേ. അപ്പോൾ ഇവിടെ മരിയ ദൂരത്ത് വെച്ച് തന്നെ അഭിവാദ്യം ചെയ്തു. അതിന് പ്രത്യഭിവാദ്യം ആയിട്ട് എലിസബത്ത് വനിതാസു ധന്യേ തേ സുമംഗളം എന്ന് പറഞ്ഞു. സ്ത്രീകളിൽ ധന്യയായോളെ നിനക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞുവല്ലോ. ഈ വാക്കുകൾ ഈ കൂട്ടിലെ തത്ത ആവർത്തിച്ചു പറഞ്ഞു. ഈ തത്തകൾ ആവർത്തിക്കുമല്ലോ, ആവർത്തിച്ചു പറഞ്ഞു എന്ന് പറയുന്നൊരു ശ്ലോകം കൂടിയുണ്ട്. അത് ഇടയ്ക്ക് വരുന്നൊരു ശ്ലോകമാണ്, ഒരു രസകരമായൊരു ശ്ലോകമാണ്. അത് നമുക്കായിട്ട് കാവ്യ ആലപിച്ചു തരും. തയാ വിനോദാർത്ഥം അപുത്രയാത് എന്നാരംഭിക്കുന്ന ശ്ലോകമാണ്. തയാ വിനോദാർത്ഥമപുത്രയാ തത്
ഗൃഹേഷു കപ്പഞ്ചരസീം നിഗുപ്തഃ സുമംഗലം മംഗലമിത്യഭീഷ്ണം കളസ്വരേണാന്യവദത്തദാനീം. ഇതൊന്ന് വ്യാഖ്യാനിച്ചേക്കാം. വിനോദാർത്ഥം, നേരമ്പോക്കിന് വേണ്ടി അപുത്രയാതയ കർമ്മണി പ്രയോഗമാണ്. മക്കളില്ലാത്ത അവൾ തത് ഗൃഹേ, ആ വീട്ടിൽ പഞ്ചര സീംനി ഗുപ്തഃ ശുകഃ, ഒരു കൂട്ടിലിട്ട് വളർത്തിക്കൊണ്ടിരുന്ന തത്ത തദാനീം അന്നേരം സുമംഗളം മംഗളമിതി, നന്മ വരട്ടെ നന്മ വരട്ടെ എന്ന അതേ വാക്കുകൾ തന്നെ അഭീക്ഷണം ആവർത്തിച്ച് കളസ്വരേണ അൻവവദത്ത്, കളസ്വരത്തിൽ ഏറ്റുപാടി. അൻവവദത്ത്, അവദത്ത് എന്ന വാക്കുകളോടൊപ്പം തന്നെ അനു എന്ന ഉപസർഗം ചേർക്കുമ്പോൾ ആവർത്തിച്ചു പാടുക, ഏറ്റുപാടുക എന്നർത്ഥം. ഇമിറ്റേറ്റ് ചെയ്യുക, നമ്മൾ അനുകരണം എന്ന പ്രയോഗം ഓർക്കാം. അനുവദത്ത്, ഏറ്റുപാടി എന്ന് പറയുന്നൊരു രസകരമായ ഒരു ശ്ലോകമാണ്. കവിഭാവനയാണ്, സംശയമില്ല. പക്ഷേ ഏറ്റവും ഒരിക്കലും അസ്ഥാനത്തല്ലാത്ത കവിഭാവനയാണ്. നല്ലൊരു ഭാവന മാത്രമല്ല, ഞാൻ ഇത് കേട്ടപ്പം ചിന്തിക്കുകയായിരുന്നു, ക്രിസ്ത്യാനികളും ഇപ്പോൾ ഒരു തത്തമ്മയുടെ കൂട്ടാണ്. കാരണം ഈ സന്ധ്യാപ്രാർത്ഥനയിലൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിങ്ങൾ ഉദരത്തിൻ്റെ പരമായ ഈശോയെ അനുഗ്രഹിക്കപ്പെട്ടവൻ. അത് ഈ മാതാവിൻ്റെ എലിസബത്തിൻ്റെ ആ വാക്കുകളാണ് ഈ നന്മ നിറഞ്ഞ പറയുമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം തത്തമ്മ അത് അനുകരിച്ചെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും ഭക്തിപൂർവ്വം അനുകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുകളാണ് എലിസബത്തിൻ്റെ വാക്കുകൾ. അതെ, തീർച്ചയായും. അപ്പോൾ എലിസബത്തിൻ്റെ അഭിവാദ്യത്തിന് മറുപടിയായി മാതാവ് പാടുന്ന കീർത്തനത്തിന് മാഗ്നിഫിക്കാറ്റ് എന്നാണല്ലോ പേര്. അത് മനോഹരമായ പദ്യങ്ങളിലൂടെ ദേവസ്യ സാറ് ആവിഷ്കരിക്കുന്നുണ്ട് ക്രിസ്തുഭാഗവതത്തിൽ. അടുത്ത എപ്പിസോഡിൽ നമുക്കത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഗുഡ്നസ് TV-യിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.